ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് ചായയൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ രാത്രി പാത്രം കഴുകുമ്പോൾ അടുപ്പുമലത്തെ റിങ്ങൊക്കെ എടുത്തിട്ട് എന്നും കഴുകി വെക്കാറുണ്ട് കേട്ടോ. രാത്രിയാണ് അതൊക്കെ കഴുകി വയ്ക്കുക. രാവിലേക്ക് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഞാൻ രാവിലെയാണ് എടുത്ത ഗ്യാസുമ്മലേക്ക് അടുപ്പുമലേക്ക് വെക്കാറുള്ളൂ. രാത്രി അങ്ങനെ കഴുകിയിട്ട് റേക്കുമ്പോൾ വെക്കുക ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് തുടയ്ക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു വട്ടം രാത്രി നന്നായി തുടച്ചിടും. പിന്നെ രാവിലെ പണികൾ കഴിഞ്ഞാൽ ഒന്നുകൂടി തുടച്ചിടും, അത്രയേ ഉള്ളൂ. പിന്നെ റിങ്ങൊക്കെ എടുത്തിട്ട് കഴുകി വെക്കൽ എന്നും രാത്രിയെ ചെയ്യൽ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായക്ക് വെള്ളം വെച്ച് പിന്നെ എനിക്കൊരു ഗ്ലാസ് ചുക്ക് കാപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ തുളസി ഇല ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക, കാപ്പിപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കുക. പിന്നെ ചുക്കും കുരുമുളകും നല്ല ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒരു സ്പൂൺ ഇടും. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി ഉണ്ടാക്കിയ കാലത്ത് കുടിക്കലുണ്ട്. ഈ ജലദോഷം വരുമ്പോൾ കേട്ടോ. ചുമയുണ്ട് നന്നായിട്ട്. അപ്പോൾ ഡോക്ടറെ ഒന്നും കാട്ടിയിട്ടില്ല, അതിനുള്ളതില്ല, ചെറിയൊരു ജലദോഷമേ ഉള്ളൂ. അപ്പോൾ മാറിക്കോട്ടെ വെച്ചിട്ട് പിന്നെ പുട്ടിന് പൊടി നനയ്ക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നനച്ച് വെക്കും കേട്ടോ. വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച പൊടിയാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പുട്ടുപൊടിയല്ല. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് കുറച്ച് സമയം 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ നനച്ച് വെക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ച് പൊടി നനച്ച് വെച്ചാൽ ഒരു സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഒരടുപ്പത്ത് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് പോയിന്ന് അറിയില്ല. കാരണം മീൻ കറി വേഗം മീൻ എടുത്തിട്ട് കറി വെച്ചിട്ട് ആടിനെയൊക്കെ വിടുന്നേക്കാളും മുന്നേ തന്നെ മീൻ കറി വെച്ച് മീൻ വറുക്കും ചെയ്ത്. പിന്നെ ചോറിന് അരിയിട്ട് കുറച്ച് വേവുള്ള അരി ആയിരുന്നു കേട്ടോ. മാവേലിയിൽ നിന്ന് കിട്ടിയ അരിയായിരുന്നു, കുറച്ച് വേവുണ്ടായിരുന്നു. അപ്പോൾ അരി ഇട്ടിട്ട് അങ്ങനെ ആടിനെ വിടാനും വെള്ളം കാട്ടാനൊക്കെ പോയി. പിന്നെ തിരുമ്പിടുകയൊക്കെ ചെയ്ത്. പിന്നെ ഇന്ന് പുല്ലാണ് ആടിന് കൊടുക്കുന്നത്, ഇല ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ഇന്നലെ വൈകുന്നേരം പുല്ലരിഞ്ഞ് വന്നിട്ടാ. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ദൂരത്തേക്കൊന്നും പോവില്ല, അടുത്തേക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോകല് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വിറക് അവിടെ കിടക്കും. 2 ദിവസം മുന്നേ എടുത്തിട്ട് വിറകായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കനമുള്ളതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വിറക് അവിടെ കൊടുന്നിടാണ്ടായിരുന്നു. വെയിലത്ത് അതും കൊടുന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആട്ടും കൂടൊക്കെ വൃത്തിയാക്കി. ഇന്ന് അധികം ഒന്നും വൃത്തിയാക്കാൻ നിന്നില്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയുള്ളൂ. ഈ ജലദോഷവും ചുമയൊക്കെ ഉള്ളപ്പോൾ വല്ലാതെ അങ്ങനെ പൊടി പാറണ്ടാച്ചിട്ട് വല്ലാതെ അടിച്ചു വരാൻ നിൽക്കലില്ല കേട്ടോ. ചെറുതായിട്ട് കൂടിൻ്റെ ഉള്ളിൽ നന്നായി വൃത്തിയാക്കും, ചുറ്റുഭാഗമൊന്നും അങ്ങനെ വൃത്തിയാക്കാൻ നിൽക്കില്ല. പിന്നെ ഇപ്പോൾ കുറവുണ്ട്, എന്നാലും ഞാൻ മുഴുവൻ മാറിക്കോട്ടെ വെച്ചിട്ട് പിന്നെ എന്താ ആടിൻ്റെ ചെമ്പൊക്കെ രാവിലെ വെള്ളം കട്ടിയിട്ട് ഇരുന്നിരുന്നത്, അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തി റെഡിയാക്കിയിട്ടാണ്. ഒന്ന് ഉണങ്ങിയിരിക്കുകയായിരുന്നു. വെള്ളം ഒഴിച്ച് ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് വെള്ളം കാട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആടിന് വെള്ളമൊക്കെ കാട്ടി എല്ലാവരെയും കൂട്ടിലൊക്കെ ആക്കി വീണ്ടും പുല്ലന്നെ ഇട്ട് കൊടുത്ത് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ.